എന്റെ യേശുവേ, എന്നെ എന്റെ കുടുംബത്തെയും എന്റെ മക്കളെയും അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, എന്നതാ ചാക്കോച്ച, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് കുരിശുവരുടെ ഇടയ്ക്ക് വഴക്ക് കൂടരുതെന്ന്. അമ്മേ മാതാവേ, എന്റെ മകന്റെ 8 വർഷം പഴക്കമുള്ള മദ്യപാനം. എഴുന്നേറ്റ് പോടാ. എന്തിനാ അമ്മച്ചി എപ്പോഴും കുരിശ് വരയ്ക്കാൻ നേരം ഈ പിള്ളേരെ വഴക്ക് പറഞ്ഞ് എണിപ്പിച്ചു വിടുന്നേ? എടി മോളിക്കുട്ടി, നിന്റെ കെട്ടിയവന്റെ ഈ കുടി മാറ്റാനായിട്ടല്ലേടി ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. റോസമ്മേ, നീ ഇത് പ്രാർത്ഥനയാണോ അതോ കൈയൊട്ടിക്കളിയാണോ? എന്തോ ഈ നടക്കുന്നേ? മനസമാധാനത്തോടെ ആത്മശാന്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ? ഓ, ആയിക്കോട്ടെ. എന്റെ അമ്മ, എന്റെ വേളാങ്കണ്ണി മാതാവേ, അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണല്ലോ 8 വർഷത്തെ എന്റെ മകന്റെ ആ മദ്യപാനം നീ മാറ്റി തന്നത്. ആ അമ്മയുടെ നടയിൽ വന്ന് തല മൊട്ടയടിച്ച് തിരിച്ചു വരാനുള്ള എല്ലാ അനുഗ്രഹവും അമ്മയെ ഞങ്ങൾക്ക് നൽകണം. അമ്മേ മാതാവേ, അതിന് യാതൊരു തടസ്സവും ആ യാത്രയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടാവില്ലേ. സ്വർഗസ്നേതാവ് ചെല്ലിക്കേടി. ഓ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചോണ്ട് നിനക്കതൊന്നും അറിയത്തില്ലല്ലോ. മോളിക്കുട്ടി, നീ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലേടി? ഓ, എങ്ങനെയാ? 10 ഗുണം 10 ഗുണം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. എടി മോളിക്കുട്ടി, ചെല്ലിക്കേടി അങ്ങോട്ട്. ആ കോഴിക്കോടല്ല, വേളാങ്കണ്ണിക്കാ പോകുന്നേ. അതൊന്നും അടയ്ക്കത്തില്ലേ? എന്റെ റോസമ്മേ, നീ പ്രാർത്ഥിച്ചുകൊണ്ട് ഇടയ്ക്കാണോ കോഴിയുടെ പുറകെ പോകുന്നേ? അതിന് ഇച്ചിരി തീറ്റ കൊടുക്കാനാ ഞാൻ പറഞ്ഞത്. നീ കോഴിയുടെ പുറകെ പോകാതെ കുരിശ് വരയ്ക്കാൻ നോക്കും മര്യാദയ്ക്ക്. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ. മോളിക്കുട്ടി, ആ കഞ്ഞി തിളച്ചു പോകുന്ന നീ കണ്ടില്ലേ? നിനക്കെങ്കിലും ഒന്ന് നോക്കിക്കോട്ടേടി. ആ കളത്തിന്റെ മുകളിലേക്ക് കല്ലങ്ങെടുത്ത് വെക്കും. അല്ല പിന്നെ എന്റെ റോസമ്മേ, നമ്മുടെ ചെറുക്കൻ കള്ളുകൂടി നിർത്തിയത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടാ. നീയാണോ നേർച്ച ചേർന്നത് വേളാങ്കണ്ണി പോയി അവന്റെ മുടി ഇറക്കാന്ന്? അതെ, ഞാൻ തന്നെയാ നേർച്ച ചേർന്നത്. എനിക്കെല്ലാം എന്റെ അമ്മ നേടി തന്നിട്ടുണ്ട്. ഇന്നത്തെ കഞ്ഞിയുടെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി. അമ്മേ, എന്റെ വേളാങ്കണ്ണി മാതാവേ, അമ്മയോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. എന്റെ മകന് രാവിലെ ഇവിടുന്ന് കുടിക്കാനായി വിളിച്ചോണ്ട് പോകുന്ന ബിനു, റെജി, സിബി, ഇവരുടെ എല്ലാം മണ്ടേല് ഇടുത്തീ വീഴട്ടെ. മൺഡേ മാത്രം ആക്കണ്ട, ട്യൂസ്ഡേയും വെനസ്ഡേയും സൺഡേയും ഒക്കെ അങ്ങ് വീണോട്ടെ അവരുടെ തലയിൽ ഇടുത്തി. എന്റെ അമ്മേ മാതാവേ, ഈ നേരമായിട്ട് എന്റെ മകൻ ഈ വീട്ടിൽ കയറി വന്നിട്ടില്ല. എന്റെ സണ്ണിച്ചന്റെ മേലുള്ള പിശാച് ഒഴിഞ്ഞു പോട്ടെ, വിട്ടുപോട്ടെ. സണ്ണിച്ചനിൽ നിന്ന് ഭീഷണിപ്പെടുത്തുക, അതും പിശാചിനെ. വിട്ടുപോട്ടെ പിശാച്, വിട്ടുപോട്ടെ എന്റെ സണ്ണിച്ചന്റെ മേലിൽ നിന്ന്. അത് ശരി, അത് കൊള്ളാലോ. ഒരുങ്ങി വരാൻ പറഞ്ഞിട്ട് വിട്ടുപോക്കോളാൻ. എന്നാ ഞാൻ പോവുക. അമ്മച്ചി പ്രാർത്ഥിച്ചതാടാ നിന്നിലുള്ള പിശാച് വിട്ടുപോകാനായിട്ട്. എന്റെ അന്നാമ്മ, നീ എന്നാ വർത്താനടി പറയുന്നേ? എന്നാ ഈ മുടിയും ഇവന്റെ കോലവും കണ്ടാൽ ഏതെങ്കിലും പിശാച് ഇവിടെ നിൽക്കുവോ? അതൊക്കെ പണ്ടേ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയല്ലേ. എന്നാ കോലോടാ അത്? ഇച്ചിരി വൃത്തിക്കും മെനക്കും ഒക്കെ നിനക്കൊന്നും നടന്നൂടെ? അപ്പച്ചാ, ഇതാ ഇപ്പോഴത്തെ സ്റ്റൈല്, അന്യൻ സ്റ്റൈൽ. ഈ സ്റ്റൈലും വെച്ച് നീ ഇനി നടന്നാൽ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് നീ അന്യനാവും. എന്ന് വെച്ചാൽ ഇറക്കി വിടുമെന്ന്. സണ്ണിച്ച, കർത്താവ് പറഞ്ഞിരിക്കുന്നതേ സ്വന്തം വിയർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്നാ. ആണോ? എന്നാ അമ്മച്ചി ഒരു കാര്യം ചെയ്യും. അമ്മച്ചി അപ്പം ചൂടുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അവിടെ നിന്ന് വേർക്കും. അപ്പൊ ആ അപ്പം എടുത്ത് നമുക്ക് ചുട്ടു തിന്നാ മതിയല്ലോ. വളർത്തുദോഷം, അപ്പച്ചന്റെ വളർത്തുദോഷം കൊണ്ട് അവനിങ്ങനെ. എടാ, നീ മുടിയൊക്കെ ഒന്ന് ഇറക്കി ഒന്നും മര്യാദയ്ക്ക് നിന്റെ കെട്ടിയോളം പിള്ളേരെയൊക്കെ നോക്കി ഇനിയെങ്കിലും നിനക്കൊന്നും മര്യാദയ്ക്ക് നടന്നുകൂടെടാ. അമ്മച്ചി, നമ്മൾ എങ്ങനെയാ അമ്മച്ചി പോകുന്നേ? കോട്ടയം വരെ ഓട്ടോ, അവിടുന്ന് നാഗപട്ടണം വരെ ട്രെയിന്, അവിടുന്ന് ബസ്സേ കയറി അങ്ങ് പോകാം. പക്ഷെ അമ്മച്ചി ഉദ്ദേശിച്ചതേ നേർച്ച ഭരിക്കണമെങ്കിൽ പദയാത്രയായിട്ട് തന്നെ പോകണം. പദയാത്രയായിട്ടാണോ പോകുന്നേ? പിന്നെ പദയാത്ര. അപ്പച്ചാ, ഈ പദയാത്രയും തീർത്ഥയാത്രയും തമ്മിൽ എന്താ അപ്പച്ച വ്യത്യാസം? ഒരുപാട് വ്യത്യാസമുണ്ട്.
എടാ മോനെ സണ്ണിക്കുട്ടി, നീ ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് നടന്നങ്ങ് പോവുക. ഉം. കുറെ നടന്നു കഴിയുമ്പോ നിന്റെ വായിന്ന് പത വരും. അതാണ് പദയാത്ര. ഇനി അഥവാ പത വന്നില്ലെങ്കിൽ അത് തീർത്ഥയാത്ര. ഇതിനൊന്നും പോകേണ്ട കാര്യമില്ല അപ്പച്ച. ഞാൻ കള്ളുകൂടി നിർത്തിയല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ അച്ഛനെ വിളിച്ച് വീടൊന്ന് വെഞ്ചരിപ്പിക്കാം. അച്ഛനെ വിളിച്ച് വെഞ്ചരിച്ചിട്ട് വേണം ഇനി എന്റെ നെഞ്ചെരിയാൻ. അതന്നെ അപ്പച്ച. എടാ മോനെ, പള്ളിയുടെ പണി നടക്കുക എന്നുള്ള കാര്യം നിനക്കറിയാമല്ലേ? സംഭാവന ചോദിക്കും, സംഭാവന. അതിന് അവിടെ പോയാൽ നമ്മൾ തമിഴൊക്കെ പറയണ്ടേ? നമുക്ക് ഈ പിന്നെ ഭരണങ്ങാനം പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോയി മുടി മുറിച്ചാ പോരെ അപ്പച്ച? എടാ അതെങ്ങനെയാ ശരിയാവുന്നത്? നിന്റെ അമ്മച്ചി നേർച്ച ചേർന്നിരിക്കുന്ന ഭരണങ്ങാനം പള്ളിയാണോ? വേളാങ്കണ്ണി പോയി മുടി ഇറക്കാന്നല്ലേ നേർച്ച ചേർന്നിരിക്കുന്നേ. അപ്പൊ അവിടെ തന്നെ പോണം. അപ്പൊ അവിടെ പോയി തമിഴൊക്കെ പഠിക്കണ്ടേ? തമിഴ് പഠിക്കുമെന്ന് വേണ്ട, അത്യാവശ്യ കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ നമ്മുടെ ഓട്ടോക്കാരൻ ഇട്ടിമോനോട് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വരുവോ? പിന്നെ അവൻ വരും. അവൻ വന്നല്ലോ. यारिका है ഇത് യാരിക്കാ ഹേ. അത് തന്നെ എനിക്ക് നിന്റെ തന്തേനെ കാണുമ്പോഴും ചോദിക്കാനുള്ളത്. ഇത് യാരുക്കാഹേന്ന്. ഉണക്കം അപ്പച്ച. ഒറ്റ വീക്ക് വെച്ച് എന്താണല്ലോ ഉണക്കേ അപ്പച്ചനെന്നോ? അയ്യോ, ഉണക്കപ്പച്ച അല്ല, വണക്കം, നമസ്കാരം. അപ്പൊ എല്ലാം സെറ്റ് അല്ലേ? നമുക്ക് ഇറങ്ങിയാലോ? എല്ലാം റെഡിയാ. പിന്നെ തമിഴ്നാട്ടിലേക്കാ പോണേ. തമിഴ് വല്ലതും അറിയോ ആവോ? അതിനെല്ലാം ചേർക്കാൻ നിന്നെ വിളിച്ചിരിക്കുന്നേ. നിസ്സാര കാര്യമുള്ളൂ. ഒന്നോ രണ്ടോ വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമിഴ് പഠിച്ചു കഴിഞ്ഞിരിക്കും. ആണോ? പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ തമിഴ്നാട്ടിൽ ചെന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഇനി ഒരു പുരുഷനെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ ആദ്യം പറയണം അണ്ണേ വണക്കം. അപ്പൊ നമ്മ ഒരു പെണ്ണിനെ കാണുന്നെങ്കിൽ പെണ്ണേയും വണക്കോന്നാണോ? ഒറ്റ കീറ വെച്ച് തന്നാണല്ലോ. പെണ്ണുങ്ങളാണെങ്കിൽ അക്ക, അണ്ണയും അക്കയും, ഈ രണ്ട് വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമിഴ് പഠിച്ചു കഴിഞ്ഞു. അത്രേ ഉള്ളോ? അതെ, അവിടെ ചെന്ന ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ നമ്മൾ എന്നാ പറയുന്നേ? ഓ, നിസ്സാരായിട്ട് പറയാലോ. അണ്ണാ കൊഞ്ചം തണ്ണി തരുമോ? അത് ശരി, അതായിരുന്നോ? എടാ പക്ഷെ കുഞ്ചൻ തണ്ണി ചോദിച്ചാ കുഞ്ചനല്ലേ കിട്ടൂ? അയ്യോ, കുഞ്ചനല്ലാതെ കൊഞ്ചം. നിങ്ങൾ എന്തിനാ വേളാങ്കണിക്ക് പോകുന്നേ? ഇവന്റെ മുടി ഇറക്കണം, നേർച്ചയാ. അവന്റെ കള്ളുകൂടി നിന്നു. എടാ പൈത്തിയക്കാരാ, ഉങ്ക മൂഞ്ചിയെ പാത്താലേ ഒരു തിരുടം മാതിരി ഇരിക്കടാ. എടാ 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 നീ എന്നടാ എന്നെ ചെറുക്കനെ നോക്കി പറയുന്നേ? അയ്യോ, തമിഴ് അറിയത്തില്ലല്ലോ അല്ലേ? ഈ മൂഞ്ചി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ മുഖം എന്നാണ്. ഈ യാത്രയെ അങ്ങനെ ആവുമെന്നാടാ എന്റെ പേടി. അപ്പച്ചാ, ഈ യാത്ര നമുക്ക് 2 ആഴ്ചത്തേക്ക് മാറ്റി വെച്ചാലോ? അതന്നെയാടാ കൊച്ചേ. അല്ല, ഈ മുടിയായിട്ട് കൃഷി ഓഫീസിൽ ചെന്നാലേ തേനീച്ച വളർത്താനുള്ള ലോണ് കിട്ടുമായിരിക്കും. എന്നാ നീ ഒരു 2 ലോൺ സംഘടിപ്പിക്കാനുള്ള വക ഞാൻ ഒപ്പിച്ചു തരാം. ഇവന്റെ അനിയനുണ്ടല്ലോ, മറ്റേ ഡാർവിൻ, അവന്റെ മോന്ത കണ്ട, അവന്റെ മുടി കണ്ടാ നീ എന്നാ പറയും? ഡാർവിൻ ഇവിടെ ഉണ്ടായിരുന്നോ? അവനെ കണ്ടിട്ട് കുറെ നാളായി. അവനൊന്ന് വിളിച്ചേ. അവനെ നീ കാണാണ്ടിരിക്കുക ഭേദം. എന്നാലും എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, വിളിക്കാം. എടാ ഡാർവിനെ, എടാ ദുഃഖ വെള്ളിയാഴ്ചക്കുണ്ടായ ദുഃഖകനി, എടാ നിന്നെ എടുത്ത് വിളിക്കുന്നു ഇവിടെ, നീ വന്നേ. എടാ ഡാർവിനെ, നീ എന്തെങ്ങനെ ഇരിക്കണേ? അപ്പച്ച, ഇവന്റെ മുടി വെട്ടുന്നുണ്ടോ? എന്റെ പൊന്ന് ചെറുക്ക, ഇവന്റെ കയ്യിലിരിപ്പ് കണ്ടാലുണ്ടല്ലോ, ഇവന്റെ മുടിയല്ല, ഇവന്റെ തല ഇറക്കണ്ട. അതെന്താ അപ്പച്ച? എടാ മാനെ, അതൊന്നും പറയണ്ട. കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച പള്ളിയില് നമ്മുടെ പാവപ്പെട്ട വികാരിച്ചൻ, എന്നാ അവൻ അത്യാവശ്യം പാട്ടൊക്കെ പാടുന്നതല്ലേ, നല്ല പാട്ടൊക്കെ പാടുമെന്ന് ഓർത്തുകൊണ്ട് ഇവനെ വിളിച്ചൊരു പാട്ട് പാടിച്ചു. എന്റെ പൊന്നടാവ്, ഇവൻ പാടിയ പാട്ട് ഏതാന്ന് നിനക്കറിയാവോ? അല്ല വേണ്ട, ഞാൻ പറയുന്നില്ല, അവൻ തന്നെ പാടും. ഒന്ന് പാടിക്കേടാ ആ പാട്ട്. യേശുവിനെ യൂതന്മാർ കുനുകുന കുനുകുന കുത്തി, 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 കുനുകുന കുത്തി ഏ കുനുകുന കുത്തി, കുനുകുന കുത്തി ഏ. ഈ പാട്ട് കഴിഞ്ഞതും ഇടവക്കാലാണ് അച്ഛന്റെ നെഞ്ചത്തേക്കാ കുനുകുന കുത്താനായിട്ട് ചെയ്യുന്നത്. അവിടുന്ന് എങ്ങനെ ഓടി രക്ഷപ്പെട്ടതെന്ന് വികാരിയച്ഛനും കർത്താവിനും മാത്രമേ അറിയത്തുള്ളൂ. അവിടെ കൊണ്ടും തീർന്നില്ല. എടാ നിനക്കറിയാലോ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ മറ്റേ വറീത് മരിച്ചത്, അവന്റെ മോനും ഇവനും തമ്മിൽ നല്ല കൂട്ടാ. ആ പാവം ചെറുക്കൻ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എന്റെ അപ്പം മരിച്ചുപോയി,
നീ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടണം. അവിടെ ഈ മഹാഭാവി പാടിയ പാട്ട് ഏതാ നിനക്ക് അറിയാവോ? ഒന്ന് പാടിക്കേടാ ആ പാട്ട്. എന്റപ്പൻ എന്നെ വിട്ടുപോയേ, എന്റപ്പൻ എന്നെ വിട്ടുപോയേ, എന്റപ്പൻ എന്നെ വിട്ടുപോയേ, എന്റപ്പൻ എന്നെ വിട്ടുപോയി. എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്. എടാ മാനെ ഇട്ടിമാണി, ഇനി നീ പറ, ഞാൻ ഇവന്റെ മുടിയാണോ ഇറക്കേണ്ടത് അതോ ഇവന്റെ തലയാണോ ഇറക്കേണ്ടത്? ദേ, രണ്ടെണ്ണത്തിനോടും കൂടെ പറയാ, മര്യാദയ്ക്ക് മുടിയും വെട്ടി വൃത്തിയായിട്ടല്ലാണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് ഞാൻ കയറ്റുകയില്ല. നീ പറഞ്ഞ പോലെ അന്യനായിട്ട് അങ്ങ് അന്യം നിന്ന് പൊക്കോണം. എടി, ആ പോത്തിറച്ചി 4 പേർക്കുള്ള ചോറും എടുത്തേക്കണം. പിള്ളേരുടെ അവന് വലിയ ഇഷ്ടമാട്ടെ പോത്തിറച്ചി. ട്രെയിനിലിരുന്ന് തിന്നാം. റോസമ്മ നീ കേറുന്നില്ലേടി? കേറുന്നുണ്ടല്ലോ. അതെ, നമ്മളിനി ഇങ്ങോട്ട് വരാനായിട്ട് 3-4 ദിവസം എടുക്കുകയല്ലേ? പിന്നെ 3-4 ദിവസമൊക്കെ എടുക്കും. വേളാങ്കണ്ണി ചെന്ന് ഇവന്റെ മുടിയൊക്കെ ഇറക്കി വരുമ്പത്തിന് എങ്ങനെയായാലും 4 ദിവസമൊക്കെ കഴിയൂടി. അയ്യോ, എന്റെ കോഴി പട്ടിണിയാകും. ആ കോഴിനെ കൂടെ കൊണ്ടുപോകാമല്ലോ. കോഴിനെ മാത്രം ആക്കണ്ട, നീ ആടിനെയും താറാവിനെയും പട്ടീനെയും പൂച്ചേനെയും എല്ലാത്തിനെയും കൂടെ കയറ്റിക്കോ ഇങ്ങോട്ട്. ഓ, അതിനെ എടുത്തു കയറ്റാന്നേ. എടി റോസമ്മേ, ഈ കോഴിനെ ആടിനെ പട്ടീനെ പൂച്ചനെ കയറ്റാനിട്ടേ ഇത് നോഹയുടെ പെട്ടകമല്ല, ഇത് പാവ ഇട്ടിമാണിയുടെ ഓട്ടോയാ. ഇട്ടിമാണി, നീ ഞാൻ പറഞ്ഞ പോലെ AC തന്നെ അല്ലേ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്? അതെ, അതിലെന്താ സംശയം? എടാ നിനക്ക് നാണം ഉണ്ടോടാ ഡാർവിനെ? നീ ആ കൊച്ചു ചെറുക്കന്റെ റായി എടുത്ത് തലയിൽ വെച്ചോണ്ട് അവിടെ നടക്കുന്നേ. നോ ഡാഡ്, അത് വന്നിട്ട് കാലത്ത് നാക്ക് ഒടിച്ച ടംഗ്ലീനർ എടുത്തു വെക്കാൻ മറന്നുപോയതാ. എന്റെ പൊന്നടാ പോയി, നിന്റെയൊക്കെ കൂടുതൽ എങ്ങനെ നടക്കൂടാ? അപ്പച്ചാ അമ്മച്ചി ഒന്ന് കേറ്, സമയം പോയി. എടാ ഇട്ടിമാണി, വണ്ടി ഇറങ്ങാം. കുറച്ച് സ്ഥലം എനിക്കൂടെ തരുവോ മക്കളെ? റെയിൽവേ സ്റ്റേഷൻ എത്തി. എല്ലാരും ഇറങ്ങിക്കോ. ആരും കൂട്ടം തെറ്റി പോകരുത്, സൂക്ഷിച്ചേക്ക് ഇറങ്ങിക്കണം. ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുക. May I have your attention, please? അമ്മച്ചനെന്താ ഇങ്ങനെ നിൽക്കുന്നത്? നീ കേട്ടില്ലേ പറഞ്ഞേ, അറ്റൻഷനായിട്ട് നിൽക്കാൻ? അയ്യോ, അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുന്നാണ് പറയുന്നത്. ആണോ? ഞാൻ കൊടുത്തു. ഇത് കേട്ടപ്പോഴാണ് ഞാൻ പണ്ടത്തെ ഒരു കാര്യം ഓർക്കുന്നത്. ഇവിടെ നമ്മുടെ മൂത്ത ചേട്ടൻ, മറ്റേ പാപ്പിച്ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ, ഇത് അങ്ങ് പട്ടാളത്തിലൊക്കെ ആയിരുന്നു. ഒരു പ്രാവശ്യം ലീവിന് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേനും പാളം ക്രോസ് ചെയ്തതാ. അപ്പോഴത്തേക്കും കേട്ടു അറ്റൻഷൻ വലിയ അനൗൺസ്മെന്റ്. പഴയ പട്ടാളക്കാരനല്ലേ, അറ്റൻഷനായിട്ട് റെയിൽവേ പാളത്തിന് നടുക്കങ്ങ് നിന്ന് കൊടുത്തു. കുർള വന്ന് അടിച്ചു കയറിപ്പോയി. എന്റെ പൊന്നടാവേ, വീട്ടിൽ വന്നിട്ടൊന്ന് കഴിയുമ്പത്തേനും ആ ബോഡിയുടെ മുഖം ഒന്ന് കാണാനും ചിരിച്ചിരിച്ചിരിച്ച് ഊപ്പാട് തീർന്നു. അതെന്താ അങ്ങനെ? അത് കുർള പോലെ തന്നെ മുഖമാക്കി ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇരുന്നത്. എടാ, അത് എവിടെയാ നീ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ പോയി നോക്കണം. ഉഴുന്ന് വല്ലയിടത്തും കൊണ്ടു വെച്ചിട്ട് ഉഴുന്നവിടെ ജോജുവിനെ നടന്നിട്ട് എന്നാ കാര്യം? ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അയ്യോ, അത് ഉഴുന്ന വടയാണ്. അത് ശരിക്കും പറയണം. ഇടി റോസമ്മേ, എടാ ഇട്ടിമാണി, നമുക്കൊന്ന് അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിൽ പോണോടാ. ഇപ്പൊ എന്നാ ഇനി വീട്ടിലോട്ട് പോകുന്നേ? എടി ബൈബിൾ എടുക്കാൻ മറന്നു പോയെന്നേ. അപ്പച്ചാ, വീട്ടിൽ വെച്ച് കുരിശും വരച്ച് ബൈബിളും വായിച്ചിട്ടല്ലേ ഇറങ്ങിയത്? എടാ അതല്ലടാ സണ്ണിക്കുട്ടി, നീ മാറി. എടാ ഇട്ടിമാണി, നമുക്കൊന്ന് വീട്ടിൽ വരെ പോണടാ. മനുഷ്യ, നിങ്ങൾ വന്നേ, ഡ്രൈവ് ആകുന്ന സമയമായി. വാ, വണ്ടി വന്ന് കയറിക്കേ. അപ്പൊ ചെന്നിട്ട് വിളിക്ക്. ബൈ ബൈ. कृपया ध्यान दीजिए 12,621 तमिलनाडु एक्सप्रेस नागपुर भोपाल के रास्ते चेन्नई सेंट्रल से आने वाली. ഇറങ്ങിക്കേ എല്ലാരും ട്രെയിനിന്റെ വെള്ളം ഇറങ്ങിക്കേ. എടുക്ക. ആണോ ഉണ്ടോ വെച്ചേ നിനക്ക്? വലിയ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടോണ്ട് തീറ്റിന്ന് പറഞ്ഞോണ്ട് വന്നിരിക്കുക ഞങ്ങളുടെ മുമ്പിൽ നിന്ന് കൈ നീട്ടാൻ. ഇടി റോസമ്മേ, ഇച്ചിരി തീറ്റി ഇട്ട് കൊടുക്കടി. തീറ്റി കഴിക്കാണ്ട് ഇവിടെ എന്താ കോഴിക്കുഞ്ഞ്? നിങ്ങൾ കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുവാണോ മാന്യന്മാരെ കളിയാക്കാൻ? അതെന്താ കൊച്ച അങ്ങനെ പറയുന്നേ? എടോ, ഞാൻ ട്രെയിനിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളാണ്. ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഓരോരുത്തർ 4,000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും. ടിക്കറ്റ് എടുക്ക. നിന്നോടൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ബൈബിൾ എടുക്കണമെന്ന്? എന്തിന്?
എടീ റോസമ്മ, ആ ബൈബിളിനകത്തായിരുന്നു ടിക്കറ്റ് ഇരുന്നത്. എടി റോസമ്മേ, നീ എന്ന് ആലോചിച്ചു, നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടാ നമ്മുടെ മോൻ മാതാവ് അനുഗ്രഹിച്ചിട്ട് നമ്മുടെ മോന്റെ കൂടി നിന്ന്, എന്നിട്ട് നമ്മളെ എന്നതേ കാണിക്കും. AC ടിക്കറ്റ്, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, ഇതൊന്നും അല്ല വേണ്ടത്. നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ തീർത്ഥയാത്രയായിട്ട് തന്നെ പോവാം നമുക്ക് മാതാവിന്റെ അടുത്തേക്ക്. നീ പിള്ളേരെ വിളിക്ക് റോസമ്മേ, പിള്ളേരെ വിളിക്ക്. ബാ, നമുക്ക് നമ്മുടെ മാതാവിന്റെ അടുത്തേക്ക് തീർത്ഥയാത്രയായിട്ട് തന്നെ പോവാം. ബാ മക്കളെ.